ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6-ൻ്റെ 13-ാമത്തെ എപ്പിസോഡ് ടോപ്പ് 10 റിവ്യൂയുടെ നിന്ന് നമ്മൾ വീണ്ടും ചർച്ചയാക്കാൻ പോവാണ്. ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് നമ്മൾ പലതും പ്രതീക്ഷിച്ചു. പല കാര്യങ്ങളും ബിഗ് ബോസിൽ നിന്ന് ജാസ്മിൻ്റെ കാര്യവും നമ്മൾ ഒരു വ്യൂസ് എന്ന നിലയിൽ നമുക്ക് അറിയപ്പെടേണ്ട കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് നമുക്ക് കേൾപ്പിച്ച് തരുമോ, വീഡിയോ ചെയ്യുമോ എന്നൊക്കെ തോന്നി. പക്ഷേ അതൊന്നും നടന്നില്ല. ബിഗ് ബോസ് എല്ലാം അത് സീക്രട്ടായി മാത്രം എന്തിനാണാവോ. പക്ഷെ മുമ്പത്തെ ബിഗ് ബോസുകളിലൊന്നും അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ നടന്നതായി കണ്ടിട്ടില്ല. എല്ലാം പ്രേക്ഷകർക്ക് കാണിച്ചു തന്നിട്ട് തന്നെയാണ് ബിഗ് ബോസ് ആ സീസണൊക്കെ മുന്നോട്ട് പോയത്. പക്ഷെ പുതിയ പരിഷ്കാരങ്ങളും മാറ്റിവെക്കലുമൊക്കെ തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് കുറച്ച് കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കാൻ, അതായത് ബിഗ് ബോസിൻ്റെ മാന്യത, അത് മാനുഷിക പരിഗണന എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ താഴേക്ക് പോയ സീസൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സീസണിൽ മനുഷ്യത്വം കൊടുക്കാനാണ് ബിഗ് ബോസ് തീരുമാനിച്ചത്. എന്തിനാണാവോ. അപ്പോൾ ഈ സീസണിൽ ബിഗ് ബോസ് സീസണിൽ ജാസ്മിനെയും ഗബ്രിയെയും പൊരിക്കും എന്ന് വിശ്വസിച്ചാണ് പ്രേക്ഷകർ ഈ സീസണിൽ 13-ാം എപ്പിസോഡ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ്, ഇന്നലെ നടന്ന എപ്പിസോഡ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ റോക്കിയാണ് ഇന്നലെ ഫുള്ളും പൊളിച്ചു കളഞ്ഞത്. എല്ലാവരെയും ഞെട്ടിച്ച് റോക്കിക്ക് ഹൈപ്പ് കൂടി എന്ന് പറയാം. റോക്കി ആരെയും ഭയമില്ലാതെ സംസാരിക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു രീതി റോക്കിയുടെ മുഖത്ത് കണ്ടു. ലാലേട്ടൻ അവിടെ നിൽക്കുന്നു, അവിടെ എന്ത് ചോദിക്കുന്നു ഒന്നുമില്ല. തൻ്റെ ഉത്തരം, തനിക്ക് പറയാനുള്ള ധൈര്യം. പക്ഷെ ജാസ്മിനും ഗബ്രിയും പഴയതുപോലെ തന്നെ അവൻ പറയുന്നത് ഇവൻ പറയുന്നത് സപ്പോർട്ടിങ്ങിന് കുറവൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു കുറഞ്ഞു. പക്ഷെ ഇന്നലെ തൊട്ട് ഇനിയും അങ്ങനെ പ്രതീക്ഷിക്കാം. ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു കാര്യം ബിഗ് ബോസ് സീസൺ 6-ൽ കാണാൻ സാധിക്കുന്നത്. ഇവർ പ്ലേറ്റ് മാറ്റി എന്ന് തോന്നി, പക്ഷേ കാര്യത്തിലൂടെ അടക്കുമ്പോൾ പിന്നെയും പഴയതുപോലെ തന്നെ ആകുന്നുണ്ടോ എന്ന് ഒരു വിശ്വാസക്കുറവ്, ആക്രാന്തം കൂടി എല്ലാം ഇല്ലാണ്ടാക്കുന്ന, ശേഷിച്ചതും ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ബിഗ് ബോസിനെ കൊണ്ടെത്തിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ഇവർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷ തെറ്റും. പക്ഷെ ഇന്നലെ പലതും ചോദിക്കേണ്ടിയിരിക്കും. സീസണിൽ ലാലേട്ടൻ ബിഗ് ബോസും പലതും ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടായിരിക്കും. വെറുതെ ഒരു സാധാ നോർമൽ എപ്പിസോഡാക്കി മാറ്റിയതായിരുന്നു. പലതും ചോദിച്ച് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണമായിരുന്നു. അത് വളരെ തീരെ ഒരു സേഫ് കളി കളിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു. ബിഗ് ബോസ് മാറ്റിപ്പിടിച്ചാൽ ആ മാറ്റത്തിന് എന്തെങ്കിലും ഒരു മാറ്റം എല്ലാ സീസണിലും നമ്മൾ പറയുന്ന ഒരു പരാതിയാണ്. ഈ 2 ശനിയാഴ്ചയും ലാലേട്ടൻ വരുന്നത് കുറച്ച് നമ്മൾക്ക് കിന്നിരിക്കാനുള്ള സമയമല്ല. ആ 2 എപ്പിസോഡ്,
ആ 2 ശനിയാഴ്ചയും ഞായറാഴ്ചയും വരുന്ന ദിവസങ്ങൾ ലാലേട്ടന് ചോദ്യങ്ങൾ എന്തും ചോദിക്കാം. ബിഗ് ബോസിനും പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ചോദിക്കണം. പക്ഷെ അതുപോലൊന്നും ചോദിക്കാതെ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ സംസാരിച്ച് അത് സമയം കളഞ്ഞതുപോലെ. റോക്കി അതിൽ നിന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയും അതിനും എതിരെയും പറയുന്നുണ്ട്. അപ്സര കുറച്ച് നല്ല എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്നു. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒരു പേടി ഭാവത്തോടെ ഇരിക്കണം. ഇതൊന്നും വേണ്ട. സാധാരണ ഒരു രീതിയിൽ ഇരുന്നാലും മുമ്പേ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരുന്നാലും ഒരു നാടകം ഇവിടെ ഇറങ്ങേറേണ്ട ആവശ്യം ഉണ്ടാവില്ല. ബിഗ് ബോസ് സീസൺ 6 നമുക്ക് മാറ്റിപ്പിടിച്ചാലേ കാര്യമുള്ളൂ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഈ ആവറേജ് രീതി അത്ര കളർഫുൾ ആവില്ല. ഇപ്പോൾ ബിഗ് ബോസ് സീസണും ലാലേട്ടനും ഒക്കെ ഒന്ന് മാറ്റിപ്പിടിക്കണം. പഴയ തന്നെ വീണ്ടും വീണ്ടും കാണിച്ചു കൂട്ടിയാൽ പ്രേക്ഷകർക്ക് ബോറടിക്കും. ആ ബോറടിയാണ് ഇതിലെ വ്യൂസ് കുറയാൻ സാധിക്കുക. അപ്പോൾ പഴയ സീസണിലേക്ക് ആവർത്തിച്ചത് ഇതിൽ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുകയാണോ, ബിഗ് ബോസ് നമ്മളെ മണ്ടനാക്കുകയാണോ, എന്തൊക്കെയാണ് കാണുന്നത്? ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചത്? ഇന്ന് ഒരു വാണിംഗെങ്കിലും കൊടുക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചില്ല. വാട്ട് എന്താണ് അവരുടെ ഉദ്ദേശം? അപ്പം നിഷാന എന്ന് പറയുന്ന കോർണർ ഔട്ടായി. നോമിനേഷൻ പേപ്പറിൽ നിഷാനക്ക് പുറത്തു പോകാൻ സമയമായിരുന്നു. പക്ഷെ നിഷാന മുന്നേ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പുറത്തേക്ക് പോവാണ്. പിന്നെന്തിനാണ് അകത്തേക്ക് വന്നത്? ബിഗ് ബോസിൽ നിന്ന് 100 ദിവസമോ ടോപ്പ് 10 വരെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ ഇതെന്താ ടൂറിന് വന്നതാണോ? പോയി വരാൻ അങ്ങനെ ഒരു ചിന്താഗതിയാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇത്ര ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരെ സെലക്ട് ചെയ്യരുത് ബിഗ് ബോസ്. നാളെ ചിലപ്പോൾ അത് സുമേഷ് എന്ന അയാളായിരിക്കും. പക്ഷെ അയാളൊന്നും ഒരു കണ്ടന്റും ഒന്നും നമുക്ക് തരുന്നില്ല. പ്രേക്ഷകർ ആരും ഇവർക്കൊന്നും വോട്ട് ചെയ്യാൻ ഇത്തിരി മടിക്കും. ഞങ്ങൾക്കൊന്നും വോട്ട് ചെയ്യാൻ റോക്കിയാണ് ഇത്തിരി പവർഫുള്ളായ ഒരു മാൻ. റോക്കി തന്നെയാണ്. ഷിജോക്ക് ഇപ്പോൾ രതീഷ് പോയവരെ ഉത്തരം മുട്ടിപ്പോയി. കളിയൊക്കെ കുറയാണ്. ശ്രീത്തൊന്നും പറഞ്ഞ വായിൽ നിന്ന് എന്തൊക്കെ സംസാരിച്ചാൽ മാത്രം, പിന്നെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ചേഞ്ചിങ് അത്യാവശ്യമാണ്. ബിഗ് ബോസ് സീസൺ നാളെ ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ലാലേട്ടൻ പലതും ചോദിക്കേണ്ടിയിരിക്കും. ലാലേട്ടന് ചോദിക്കാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ചോദിക്കാമായിരുന്നു. 2ാം വീക്കിലെ എല്ലാ കാര്യങ്ങളും ലാലേട്ടന് ചോദിക്കാം. അതിപ്പോൾ സോഫ്റ്റ് കോണിലും ലാലേട്ടൻ പറഞ്ഞല്ലോ, അടിക്കണമെന്ന് എന്നാൽ അടിച്ച് പോയേക്കണം, ഞാൻ ചെയ്യും, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ നാളെ ഇത് സംഭവിച്ചാലോ? അപ്പോൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആദ്യം വാക്ക് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അതുണ്ടായേക്കാം. അപ്പം അങ്ങനെയൊക്കെ പെട്ടെന്നങ്ങ് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറി അതൊരു ഡേഞ്ചറസ് ആയി മാറും. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വളർത്തിയെടുക്കുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ വളർത്തിയെടുക്കുന്നതിനൊപ്പം അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റും ബിഗ് ബോസ് കൊടുക്കണം. ബിഗ് ബോസിൻ്റെ ഒളിച്ച കളിയൊന്നും പ്രേക്ഷകർക്ക് ഇപ്പോൾ ഷോ ഡിമാൻഡില്ല ഉണ്ടാവും. ഷോക്ക്
റേറ്റിംഗ് മാത്രമല്ല, ഷോ കാണാൻ ആൾക്കാരില്ല. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത പുറത്ത് കാട്ടണം. ഒളിഞ്ഞും തെളിഞ്ഞും കളിച്ചാൽ ബിഗ് ബോസിൻ്റെ അകത്തുള്ളവർക്ക് അത് അവരെ ഒന്നും പുറത്ത് കാര്യങ്ങളൊന്നും പറയണ്ട. പുറത്തുള്ള നമുക്കറിയേണ്ടതെല്ലാം അറിയണം. അപ്പോഴേ അതിൻ്റെ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഇത്തിരി ചർച്ച കുറവായിരുന്നു ബിഗ് ബോസ്. വെറുതെ സാധാരണ വന്നതുപോലെ പോയി സമയം കളയുന്നതല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും എപ്പിസോഡുകളിൽ സംഭവിക്കുന്നില്ല. പക്ഷേ ലൈവിലും നമ്മളെ ഇതിലുമൊക്കെ വളരെ തരുന്നുണ്ട് കണ്ടസ്റ്റൻസ്. പക്ഷെ അതിനെക്കാട്ടി വലിയ കണ്ടന്റ് കിട്ടേണ്ടത് ശനിയും ഞായറും വരുന്ന എപ്പിസോഡിലാണ്. അതില്ലെങ്കിൽ വളരെ മോശം എന്ന് പറയാവൂ. ഇനി വരുന്ന 3-ാമത്തെ വീക്കിലെങ്കിലും ആ വീക്കിൻ്റെ കണ്ടന്റ് പറയാനും ചോദിക്കാനും ഒക്കെ ഒരുപാടുള്ളതായിരിക്കും. എന്നാലേ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് വീണ്ടും കാണാനുള്ളൊരു ഒരു ഇതുണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. എല്ലാവരും ഇങ്ങനെ ബുദ്ധിപരമായി കളിക്കാതെ, ഒരു ചിന്തിച്ച് കളിക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു രീതി പ്രേക്ഷകർ കാണുന്നു. അപ്പോൾ അത് മാറ്റി പിടിക്കണമെന്ന് തന്നെയാണ് ബിഗ് ബോസിൻ്റെ അധികൃതരോട് പറയാനുള്ളത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് നമുക്ക് അഭിപ്രായം പറയാം.